ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്ട്രീംസ് ഓഫ് ലൈഫിൻ്റെ പുതിയ പ്രഭാത ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 13-ാം വാക്യം. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. ഒരു ഗ്രാമത്തിൽ വൃദ്ധനായ ഒരു സന്യാസി ജീവിച്ചിരുന്നു. ജ്ഞാനിയും ആത്മീയ നിറവും ഏറെയുള്ള പ്രശസ്തനായ വ്യക്തിയായിരുന്നു അദ്ദേഹം. ഒരു ദിവസം ഒരു യുവാവ് ജ്ഞാനം നേടുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ഗുരുവിൻ്റെ അടുക്കൽ എത്തി. തൻ്റെ അടുക്കൽ വന്ന യുവാവിന് അദ്ദേഹം ഒരു കപ്പ് ചായ നൽകിയാണ് സ്വീകരിച്ചത്. അവർ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുരു കുറച്ച് ചായ കൂടെ യുവാവിൻ്റെ കപ്പിലേക്ക് പകരുവാനായി ശ്രമിച്ചു. എന്നാൽ കപ്പ് അപ്പോഴും നിറഞ്ഞ അവസ്ഥയിലായിരുന്നു. ചായ ഒഴിക്കുന്നത് തടഞ്ഞുകൊണ്ട് ആ യുവാവ് ഗുരുവിനോട് പറഞ്ഞു, എൻ്റെ കപ്പ് നിറച്ച് ചായയുണ്ടല്ലോ, പിന്നെ എന്തിനാണ് അങ്ങ് വീണ്ടും ഒഴിക്കാൻ ശ്രമിക്കുന്നത്? ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ കപ്പിൽ ചായ നിറഞ്ഞിരിക്കുന്നത് പോലെ നിൻ്റെ മനസ്സിലും നിൻ്റേതായ ചിന്തകളും ആശയങ്ങളും വിശ്വാസങ്ങളും എല്ലാം നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നിറഞ്ഞിരിക്കുന്ന നിൻ്റെ മനസ്സാകുന്ന കപ്പിലേക്ക് കൂടുതൽ ഞാൻ എങ്ങനെ പകരും? ആ ചെറുപ്പക്കാരൻ തൻ്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞു. അദ്ദേഹം ഗുരുവിനോട് തൻ്റെ കപ്പ് കാലിയാക്കി തരുവാൻ ആവശ്യപ്പെട്ടു. ഗുരു പറഞ്ഞു, എനിക്ക് നിൻ്റെ നിറഞ്ഞ കപ്പ് കാലിയാക്കാൻ സാധ്യമല്ല. നിൻ്റെ മനസ്സാകുന്ന കപ്പിൽ നിറഞ്ഞിരിക്കുന്ന അഹംഭാവം, അഹങ്കാരം, കോപം ഇവയെല്ലാം നീ സ്വയമായി ശൂന്യമാക്കണം. അങ്ങനെ ആ യുവാവ് ആ ഗുരുവിൻ്റെ വാക്കുകൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തൻ്റെ മനസ്സിൽ നിറഞ്ഞിരുന്ന എല്ലാ ദുഷിച്ച സ്വഭാവങ്ങളെയും ഇല്ലാതാക്കുവാൻ തുടങ്ങി. ശൂന്യമാക്കിയ ആ യുവാവിൻ്റെ മനസ്സിലേക്ക് ഗുരു അറിവും ജ്ഞാനവും പകർന്നു. ആ യുവാവിൻ്റെ മനസ്സ് ക്രമേണ വികസിക്കുവാനും വിജ്ഞാനമുള്ള ഒരു വ്യക്തിയായി പുറപ്പെടുവാനും അവന് ഇടയായി. പ്രിയരെ, നമ്മുടെ ഗുരുവും ദൈവവുമായ കർത്താവിൻ്റെ അടുക്കൽ നമ്മെ തന്നെ പൊടിയോളം താഴ്ത്തി സമർപ്പിക്കുമ്പോഴാണ് നമുക്കും ഒരു രൂപാന്തരം അല്ലെങ്കിൽ ഒരു പുതുക്കം ഉണ്ടാകുന്നത്. കർത്താവിങ്കിൽ നിന്ന് ജ്ഞാനം നേടുമ്പോഴാണ് നാമും യഥാർത്ഥ ജ്ഞാനികളായി തീരുന്നതും കർത്താവിൻ്റെ ശിഷ്യന്മാരായി തീരുന്നതും. ആ കർത്താവിനെ നമുക്കൊന്ന് അന്വേഷിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ച് അവനെ കണ്ടെത്തുവാനായി നമുക്ക് ശ്രമിക്കാം. ഇന്നത്തെ വചന കേൾവി നമ്മെ അതിനെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, നൽകി തന്ന വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. അങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുവാനും കർത്താവ് യഥാർത്ഥമായ ജ്ഞാനം അങ്കിൽ നിന്നും പ്രാപിക്കുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. ഇന്നത്തെ വചനത്താൽ ഞങ്ങളെ ധന്യരാക്കിയതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.